മാന്യ പ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ബഥനി കോൺഗ്രിഗേഷനിലെ സിസ്റ്റർ ഡോക്ടർ സ്കൊളാസ്റ്റിക്കയാണ്. വയനാട്ടിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് പ്രാരംഭ പ്രവർത്തക എന്ന നിലയിലും ഒത്തിരി ക്യാൻസർ രോഗികൾക്ക് ആതുര സേവന രംഗത്ത് സ്വാന്തനമായി പ്രവർത്തിച്ചു വരുന്ന സിസ്റ്റർ സ്കൊളാസ്റ്റിക്കയാണ് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ഷാലോം ടി വിയുടെ മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് സിസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സിസ്റ്റർ പ്രതിനിധാനം ചെയ്യുന്ന ബഥനി സന്യാസ സമൂഹത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ബഥനി സമൂഹം മാർ ഇവാനിയോസ് എന്ന് പറയുന്ന മഹാകർമ്മയോഗി വിഭാവനം ചെയ്തതാണ്. അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലെ വലിയൊരാളായിരുന്നു. പക്ഷേ ഓർത്തഡോക്സ് സഭയിലുള്ള കക്ഷി വഴക്കുകളും മറ്റെല്ലാ കാര്യങ്ങളും കൊണ്ട് അദ്ദേഹം വളരെയധികം മനസ്സ് വിഷമിച്ച് അവിടെ നിന്നെല്ലാം വിട്ട് മുണ്ടൻമല എന്ന് പറയുന്ന ആ വലിയ മലനിരകളിലേക്ക് പോയി അവിടെ ജപം ചെയ്ത് ഇരിക്കാനായിട്ട് പുറപ്പെട്ടു. അവിടെ അദ്ദേഹത്തെ അനുഗമിക്കുവാൻ കുറച്ച് സഹോദരങ്ങളുണ്ടായിരുന്നു. അവിടെ വസ്തു പറഞ്ഞാൽ വളരെയധികം മൃഗങ്ങളും വലിയ കാട്ടുമൃഗങ്ങളും എല്ലാം ഉള്ള സ്ഥലമാണ്. എങ്കിലും പിതാവിന് അവിടെ ഒന്നും പ്രയാസം ആയിരുന്നില്ല. അവിടെ തപസ് ചെയ്തുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു കുറച്ച് പേരെ കൂടി ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന കുറേ പേർ കൂടി അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങോട്ട് പോയി. അങ്ങനെ അവിടെ ഒരു ക്രിസ്തീയ ആശ്രമം ഉടലെടുത്തു. അവിടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ബാരിസുകളിൽ അവിടെ അദ്ദേഹത്തിന് പോകാൻ ഇടവന്നു. അതായത് അവിടെ ഒരു കോളേജിൽ പഠിപ്പിക്കാനായിട്ട് പിതാവിനെ വിളിച്ചു. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ വെച്ച് ഇങ്ങനെ ഈ സിസ്റ്റേഴ്സിൻ്റെ ഓക്സ്ഫോർഡ് മിഷൻ സിസ്റ്റേഴ്സിനെ പരിചയപ്പെട്ടു. മദർ ഈഡിത്ത് എന്ന് പറയുന്ന മദറിനെ പരിചയപ്പെട്ടു. അവർ ആംഗ്ലിക്കൻ സിസ്റ്റേഴ്സാണ്, എങ്കിലും വളരെ നല്ല സിസ്റ്റേഴ്സായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പിതാവിന് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പിതാവിന് തോന്നിയത്. അങ്ങനെ നാട്ടിൽ തിരിച്ചു വരികയും വലിയ ഭവനങ്ങളിൽ നിന്ന് പിതാവിന് പരിചയമുള്ള എല്ലാ ഭവനങ്ങളിൽ നിന്നും പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ അവരെല്ലാം പെട്ടെന്ന് കല്യാണം കഴിച്ച് വിടുക എന്നുള്ളതായിരുന്നു അന്നത്തെ പതിവ്. അപ്പോൾ അവരെ കൊണ്ടുപോയിട്ട് അവിടെ ആദ്യമേ വിദ്യാഭ്യാസം കൊടുത്തു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് കൊടുത്തത്. അങ്ങനെ കുറേ പേരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം സാവധാനത്തിൽ അവിടെ സിസ്റ്റേഴ്സിന് ഇങ്ങനെ സന്യാസ ജീവിതം വേണമെന്ന് അവർക്ക് പിതാവിന് തോന്നി. ഈ കുട്ടികൾക്കും വളരെയധികം ആഗ്രഹം തോന്നി. അപ്പോൾ ഈ സിസ്റ്റേഴ്സിന്, ആംഗ്ലിക്കൻ സിസ്റ്റേഴ്സിന്, ഓക്സ്ഫോർഡ് മിഷൻ സിസ്റ്റേഴ്സിന് അവർക്ക് ഒരു ഐഡിയ തോന്നി. അങ്ങനെ മാർ ഇവാനിയോസ് പിതാവിൻ്റെ മനോഭാവം അനുസരിച്ച് വിശുദ്ധ ബേസിലിൻ്റെ നിയമം അനുസരിച്ചുള്ള ഒരു സന്യാസ സമൂഹമായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹം ബേസിലിൻ്റെ എല്ലാ നിയമങ്ങളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പിതാവിന് നൽകി. അങ്ങനെ പിതാവ് ആ നിയമങ്ങൾ പഠിച്ച് അതിനനുസരിച്ചുള്ളൊരു നിയമസംഹിത രൂപപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം അന്ന് പഠിക്കുവാനായിട്ട് കൊണ്ടുപോയിരുന്ന കുട്ടികൾക്ക് പഠനം തുടർന്നു. അതിനുശേഷം ആ പെൺകുട്ടികൾക്ക് ഇതുപോലെ സിസ്റ്റേഴ്സ് ആകാനുള്ള വിദ്യാഭ്യാസം പിതാവ് കൊടുത്തു. പിതാവ് ഇവരായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ മറ്റ് കാത്തലിക്സ് ഒന്നും ആയിരുന്നില്ല പഠിപ്പിച്ചിരുന്നത്. എങ്കിലും അവർ പഠിപ്പിച്ച വിശുദ്ധ ബസേലിയോസിൻ്റെ നിയമമാണ്. ആ നിയമം അനുസരിച്ചുള്ള ഒരു നിയമസംഹിത രൂപപ്പെടുത്തുകയും അതിനനുസരിച്ച് ഇവരെ ഈ സന്യാസ സമൂഹത്തിന് ഉതകുന്ന വിധത്തിൽ അവരെ രൂപപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം. സിസ്റ്റർ, കേരളത്തിൽ ബഥനി സന്യാസിനി സമൂഹം എന്നാണ് ആരംഭിച്ചത്? ബഥനി സമൂഹം ആരംഭിച്ചത് കൃത്യമായിട്ട് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നില്ല. എങ്കിലും അന്നൊന്നും നമുക്ക് കൃത്യം ആരംഭിച്ചു എന്ന് പറയാൻ പറ്റുകയില്ല.
കാരണം ഇവരുടെ വ്രതവാഗ്ദാനം നടക്കണം. അപ്പോൾ ഇദ്ദേഹം ഇപ്പോഴും യാക്കോബായ സഭയിലാണ്, അപ്പോൾ ഓർത്തഡോക്സ് സഭയിലാണ്. അതിന് അന്നത്തെ വട്ടശ്ശേരിൽ തിരുമേനി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഒന്നും സമ്മതിക്കില്ല. സ്ത്രീകൾക്ക് സന്യാസമോ അത് സാധിക്കില്ല. അങ്ങനെയുള്ളതായിരുന്നു അന്നത്തെ നിയമം. കുറേ നാൾ കൂടെ താമസിച്ച് അവസാനം എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയിട്ട് വ്രതവാഗ്ദാനം ചെയ്യാൻ സമ്മതിച്ചെങ്കിലും അത് വ്രതവാഗ്ദാനമായിട്ട് സമ്മതിച്ചില്ല. ആദ്യത്തെ സ്റ്റേജുകളൊക്കെ സമ്മതിച്ചു. പോസ്റ്റലൻസി അതുപോലുള്ള കാര്യത്തിൽ ട്രെയിനിങ് അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം ആണ് വ്രതവാഗ്ദാനത്തിന് സമ്മതം ലഭിച്ചത്. അങ്ങനെയാണ് ഞങ്ങളങ്ങനെ. അപ്പോൾ ആ നിയമത്തിന് സിസ്റ്റേഴ്സിൻ്റെ പേരാണ് പിന്നെ ബെഥനി സിസ്റ്റേഴ്സ് എന്നാണ് അന്ന് നമുക്ക് പേര്. മിശിഹാനുകരണ ബെഥനി സിസ്റ്റേഴ്സ്. അപ്പോൾ സിസ്റ്റേഴ്സ് ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, അതാണ് ഞങ്ങളുടെ ടൈറ്റിൽ. അങ്ങനെ അല്ലാതെ മറ്റൊന്നിനും ഒരു നാമധേയം പിതാവിന് തോന്നിയില്ല. കർത്താവിനെ അനുകരിക്കുക എന്നുള്ളതാണ് നല്ല ഒരു പേരായിട്ട് തോന്നിയത്. അങ്ങനെയാണ് ഞങ്ങളുടെ ആരംഭം. സിസ്റ്റർ, ഏതൊരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവവിളി ആരംഭിക്കുന്നത് ബാല്യത്തിലാണല്ലോ. അപ്പോൾ അമ്മയുടെ കുടുംബത്തെക്കുറിച്ചും ആ പശ്ചാത്തലത്തെക്കുറിച്ചിട്ടും സന്യാസ ജീവിതത്തിലേക്ക് വന്ന പശ്ചാത്തലത്തെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. എൻ്റെ പിതാവ് അന്ന് ഓർത്തഡോക്സ് ആണോ യാക്കോബായാണോ എന്ന് എനിക്ക് നല്ല ലക്ഷ്യമില്ല. എന്നാലും ഞാനറിയുന്ന കാലത്ത് തന്നെ അപ്പച്ചൻ പുനരയിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓർത്തഡോക്സ് അച്ഛനായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അന്ന് തന്നെ അദ്ദേഹം തന്നെത്താനെ പോയി തിരുവല്ലയിൽ പോയി അവിടെ പുനരയിക്കപ്പെടുകയും പിന്നെ അന്നൊക്കെ ഞങ്ങളുടെ അവിടെ എറണാകുളം രൂപതയിൽ നിന്നുള്ള പിതാവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എറണാകുളം രൂപതയിലെ അച്ഛന്മാരാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ വേറെ പള്ളിയൊന്നും വെച്ചില്ല, ഞങ്ങൾ ആ പള്ളിയിൽ കൂടി. അപ്പം ഞാൻ അവിടെ എനിക്ക് മലങ്കരയുടെ യാതൊരു ABC പോലും അറിയില്ല. ഞങ്ങളെല്ലാം അവിടെ കാറ്റഗിസം പഠിച്ച് അവിടെ കാറ്റഗിസം പഠിപ്പിച്ച് അവിടുത്തെ അന്തേവാസിയായിട്ടാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മലങ്കരയിലെ ഒരു കാര്യവും അറിയത്തില്ല. വീട്ടിൽ എൻ്റെ അമ്മ മലങ്കരയിലെ പ്രാർത്ഥനയൊക്കെ ചൊല്ലും. പക്ഷേ ഞങ്ങൾ ഒരിക്കലും മലങ്കര പ്രാർത്ഥന ചൊല്ലാറില്ല, കാരണം അപ്പച്ചൻ അവിടെ ഇല്ല. പിന്നെ എൻ്റെ സിസ്റ്ററിൻലോ ആണെന്നുണ്ടെങ്കിൽ കാഞ്ഞിരപ്പള്ളിക്കാരിയാണ്. പുള്ളിക്കാരി പഴയ കത്തോലിക്ക ആൾക്കാരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പഴയ കത്തോലിക്ക ആ രീതിയിലാണ് ഞങ്ങളുടെ ബാല്യകാലത്തിൽ വളർന്നത്. കാറ്റഗിസം പഠിച്ചു, ഞാനവിടെ കാറ്റഗിസം പഠിപ്പിക്കുന്നു. അങ്ങനെയെല്ലാം ആയ സ്ഥിതിക്ക് എനിക്ക് യാതൊന്നും മലങ്കരയെക്കുറിച്ചോ മലങ്കര പരിപാടികളെക്കുറിച്ചോ ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ SSLC പാസ്സായി കഴിഞ്ഞ ഉടനെ അപ്പച്ചൻ പറയുന്നു, നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ മഠത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഏത് മഠത്തിൽ? ഇവിടുത്തെ മഠത്തിൽ. അവിടെ എവിടെയെന്നറിയില്ല, ഇവിടെ എവിടെയെങ്കിലും മഠത്തിൽ പോകണം എനിക്ക്. അന്നേരം പറഞ്ഞു നിന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ പിറ്റേ ദിവസം തന്നെ പിടിച്ച എന്തൊക്കെ ഉടുപ്പുകളെല്ലാം എടുത്തിട്ട് കൊണ്ടുപോയി തിരുമൂലപുരത്ത് കൊണ്ടുപോയി മദർ ഹൂബായെ, അന്നത്തെ മദറിനെ അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അങ്ങനെയാണ് എൻ്റെ ആസ്പിരൻസി തുടങ്ങുന്നത്. അങ്ങനെ മദറിൻ്റെ മറ്റ് സഹോദരങ്ങൾ ആരൊക്കെയാണ്? എൻ്റെ സഹോദരങ്ങൾ രണ്ട് സഹോദരന്മാർ, ഒന്ന് മൂത്തത് ഒന്ന് ഇളയത്, പിന്നെ ഒരു സഹോദരി. ഞങ്ങൾ 4 പേരാണ്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? അവരൊക്കെ ഇപ്പോൾ മരിച്ചുപോയി. എല്ലാവരും തന്നെ മരിച്ചുപോയി, ആരുമില്ല, ജീവിച്ചിരിപ്പില്ല. അമ്മയുടെ കോളേജ് വിദ്യാഭ്യാസം, തുടർന്നുള്ള പഠനങ്ങൾ അതൊക്കെ എങ്ങനെയായിരുന്നു? കന്യാസമൂഹത്തിൽ വന്നതിന് ശേഷം 1 വർഷം ഞാനൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു അന്ന് പിതാക്കന്മാർ പറഞ്ഞിരുന്നത് 1 വർഷം വീണ്ടും സന്യാസത്തിൽ നല്ലപോലെ ഉറയ്ക്കണം. ഇതുകൊണ്ടൊരു വലിയ ഒരു ബെനഡിക്റ്റൈൻ സന്യാസ രീതി പോലെയാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ വിട്ടു. പിന്നെ BSc പഠിച്ചു. അങ്ങനെ BSc പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു കുന്നംകുളത്തൊരു സ്കൂളുണ്ട്, അവിടെ പോയി പഠിപ്പിക്കാനായിട്ട് വിട്ടു. പക്ഷേ അതിൽ ഞാൻ വളരെ പൂറായിരുന്നു. കാരണം അറിയാത്ത കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് പറ്റത്തില്ല, ഞാൻ പഠിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞു. എങ്ങനെയോ കുറച്ച് നാൾ കഴിഞ്ഞു. കുറച്ച് കുട്ടികളൊക്കെ പുറത്താക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും സാധിക്കത്തില്ല, അവരവിടെ ഇരുന്നോട്ടെ, അവർ അറ്റൻഡൻസ് എടുത്തോട്ടെ, അവർ പഠിക്കണ്ട. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് വിദ്യാഭ്യാസമാണ് നടത്തുന്നത്? അപ്പോൾ ഒന്നുകൊണ്ടും എനിക്ക് യോജിക്കാൻ പറ്റുകയില്ലായിരുന്നു പലപ്പോഴും. പിന്നെ ഞാൻ അവരെ വെറുതെ വിട്ടു. അവരെന്തെങ്കിലും നിങ്ങൾ വേണമെങ്കിൽ പുറത്തുനിന്ന് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്കൂളിൽ നിന്ന് ഒഴിവാക്കും. കാരണം മറ്റേ കുട്ടികൾ പഠിക്കത്തില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ ടീച്ചർ പോസ്റ്റ് എനിക്ക് തീരെ യോജിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവർക്കല്ല കുഴപ്പം, എനിക്ക് തന്നെ കുഴപ്പം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹോളണ്ടിലേക്ക് പഠിക്കാൻ പോകാനായിട്ട് 2 പേരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടില്ല, ഹോളണ്ടാണെങ്കിൽ ഹോളണ്ട്, ഈ പഠിപ്പീര് വിദ്യയിൽ നിന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ച്
ഞാൻ സമ്മതിച്ചു. ഞാൻ അന്ന് സമ്മതിക്കാൻ എന്തിരിക്കുന്നു, മദർ പറയുന്നു, നമ്മൾ പോകുന്നു. ആ ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ ഹോളണ്ടിൽ മെഡിസിൻ പഠിക്കാൻ പോയി. അവിടെ ഡച്ച് ലാംഗ്വേജ് പഠിക്കണം. പക്ഷേ ലാംഗ്വേജിനെ ഞാൻ പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഡച്ച് ലാംഗ്വേജ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടത്തിലൊരു സിസ്റ്ററുണ്ട്. അപ്പോൾ സിസ്റ്ററിനെയും കൂടെ ഞാൻ പഠിപ്പിക്കണം. സിസ്റ്ററിൻ്റെ ലാംഗ്വേജ് വളരെ പൂറാണ്. മാത്സ് മറ്റു കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ലാംഗ്വേജ് പൂറാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടി എങ്ങനെയോ അതിനെക്കുറിച്ച് പറയാതിരിക്കുകയാണ്. വേറൊരു ലോകമല്ലേ, വേറൊരു ലോകം. പക്ഷേ ഞങ്ങൾ വളരെ സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിലായിരുന്നു. JMJ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു നോർത്തിലൊക്കെ ഉണ്ടല്ലോ. JMJ സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെൻറ്റിലാണ് ഞങ്ങൾ താമസിച്ചത്. പിന്നെ അവിടെ സൈക്കിളിൽ പോകണം, കാരണം അല്ലാതെ നടന്നൊന്നും പോകുന്ന പരിപാടിയില്ല. ബസ്സിലൊന്നും കയറി പോകാൻ പറ്റത്തില്ല. പിന്നെ കഷ്ടപ്പെട്ട് സൈക്ലിങ് പഠിച്ചു. അങ്ങനെ ജീവിതത്തിലെ എല്ലാ അഭ്യാസങ്ങളും ഒന്ന് ഒരു വിധത്തിൽ പഠിക്കുന്ന രീതിയിൽ പഠിച്ചു. പിന്നെ കോളേജിൽ പോകുന്ന അങ്ങനെ പോയി പഠിച്ചു. വളരെയധികം ഫ്രീ എഡ്യൂക്കേഷനാണ്. അങ്ങനെ ഒരു 8 വർഷം അങ്ങനെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഡിപ്ലോമ എടുത്തു, മെഡിക്കൽ ഡിപ്ലോമ എടുത്തു. മെഡിസിൻ പഠിച്ചു. പിന്നെ ഞാൻ 1 വർഷം കൂടി അവിടെ ഒന്നുകൂടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവിടെ പഠിച്ചു. അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് എത്തി. പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. തിരിച്ചു വന്നിട്ടാണ് പുഷ്പഗിരിയിൽ ജോയിൻ ചെയ്യുന്നത്. തിരിച്ചാണ് പുഷ്പഗിരി ജോലി ചെയ്യുന്നത്. അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. പുഷ്പഗിരി എന്ന് പറയുമ്പോൾ അന്ന് പഴയ പുഷ്പഗിരിയാണ്, ഇപ്പോഴത്തെ ഉള്ള പുഷ്പഗിരിയല്ല. അത്രയ്ക്ക് വലിയതായിട്ടില്ല. പക്ഷേ അവിടെ കുറേ ഫോറിനേഴ്സായിരുന്നു. കുറേ ആഫീസ് എന്നൊക്കെ പറയുന്ന കുറേ ഒരു സൊസൈറ്റിയിൽ നിന്നുള്ള നല്ല വിവരമുള്ള സിസ്റ്റേഴ്സാണ് അവർ. സിസ്റ്റേഴ്സാണെങ്കിലും ലേഡീസ് പോലെയാണ് അവർ. അങ്ങനെ കന്യാസ്ത്രീകളായിട്ടില്ല. എന്നാൽ സമയത്ത് അവർ കന്യാസ്ത്രീകൾ ലേ സിസ്റ്റേഴ്സ് എന്ന് പറയത്തില്ലേ, നമ്മുടെ രീതിയിൽ പറയുന്ന ലേ സിസ്റ്റേഴ്സ് അല്ല. ഒരു ഉടുപ്പൊക്കെ ഇടാതെ സാധാരണ ഡ്രസ്സിൽ ആണ്. അതേ സമയത്ത് അവർ റിലീജിയസ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓക്സിലറീസ് ഫെമിനിൻസ് എന്നൊക്കെയാണ് പറയുന്നത്. അവർ ഫ്രഞ്ചുകാരാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ പിന്നെ MRCOG കഴിഞ്ഞ് ഒരു ഒബ്സെക്ഷൻ ഉണ്ടായിരുന്നു. വികാരത്തി ഗൈനക്കോളജിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പുഷ്പഗിരി അന്ന് നല്ല നിലയിൽ ഞാൻ അനസ്തറ്റിസ്റ്റ്, അപ്പോൾ അനസ്തേഷ്യ പ്രത്യേകം പഠിച്ചായിരുന്നു. അനസ്തറ്റിസ്റ്റ് അങ്ങനെ ജോലി ചെയ്തു വന്നു. അപ്പോൾ വയനാട്ടിലേക്ക് വരാനുള്ള സാഹചര്യവും ആ സമയത്തുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഒന്ന് ഓർക്കാമോ? വയനാട്ടിലേക്ക് ബസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിതാവ് പറഞ്ഞു, തിരുവല്ലയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും സിസ്റ്റേഴ്സ് വരണം. കാരണം ഇവിടെ ആദിവാസികളല്ലാതെ പിന്നെ സംസാരിക്കാൻ കൊള്ളാവുന്ന മനുഷ്യരാരുമില്ല. പിന്നെ കുറേ കച്ചവടക്കാരും മറ്റുള്ളവരും ഒക്കെയാണ്. ഇവിടെ എത്രയും വേഗം ഒരു മഠം വേണം. അപ്പോൾ അന്ന് എന്തോ കുപ്പാടി എന്നൊരു പറഞ്ഞ ഒരു മഠം തിരുവല്ലയിൽ നിന്നുണ്ടായിരുന്നു. ഇവിടെ കുപ്പാടി എന്ന് പറഞ്ഞൊരു മഠം ഇവിടെ ഉണ്ടായിരുന്നു. തിരുവല്ല പ്രോവിൻസ്, അത് പിന്നെ പ്രോവിൻസായി. ബത്തേരി പ്രോവിൻസ് ആയിട്ടില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമാണ് ഞങ്ങൾക്കറിയാവുന്നത്. ഞങ്ങളെന്തായാലും അങ്ങോട്ട് ചെന്നു. അവിടെ അവസാനം സമ്മതിച്ചു. മദർ ജനറൽ സമ്മതിച്ചപ്പോഴത്തേന് മദർ ജനറലൊക്കെ ആയി, പ്രോവിൻസുകളായി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിവിടെ വാസ്തവം പറഞ്ഞാൽ ഒരു 3-4 വർഷം ഡയസിന് വേണ്ടി ജോലി ചെയ്തു. ഡയസിന് വേണ്ടി ഇവിടെ ഈ മൂലങ്കാവൊക്കെ ഒരു സ്ഥലമാണ്, ഞങ്ങൾ താമസിച്ച ഒരു സ്ഥലമാണ്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ആദിവാസികളുടെ കയ്യിൽ പോയിട്ട് ജോലി ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ ആദിവാസികളെ കാണുന്നത്. അവരുടെ ഭാഷ നമുക്കൊന്നും മനസ്സിലാകത്തില്ല, അവരുടെ ജീവിത രീതി മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. എങ്കിലും അതൊരു ഹരമായിരുന്നു വാസ്തവം പറഞ്ഞാൽ. ഇങ്ങനെയുള്ള ജനങ്ങൾ കൊണ്ട് ഇവരുടെ ഇടയിലൊക്കെ ജോലി ചെയ്യാനല്ലേ ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ സംസ്കാര സമ്പന്നമായ സ്ഥലത്ത് നമ്മളെന്തിനാണ് വെറുതെ ജോലി ചെയ്ത് നമ്മുടെ സമയം കളയുന്നത്? അവർക്ക് നല്ല ആശുപത്രികളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്, എന്തിനാണ് നമ്മളിവിടെ അവിടെ വേസ്റ്റ് ചെയ്യുന്നത്? അപ്പം ഏതായാലും ബിഷപ്പിൻ്റെ ഒരു കാഴ്ചപ്പാടും ബസേലിയോസ് തിരുമേനിയുടെ വലിയൊരു കാഴ്ചപ്പാടും കാര്യങ്ങളും കൊണ്ട് ഞങ്ങൾ വളരെ വേഗം, പക്ഷേ അന്നേരം ഞങ്ങൾ ഒരു പ്രോവിൻസിൻ്റെ ഭാഗമായിട്ടില്ല, പ്രോവിൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളിങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ എന്തായാലും ഇവിടെ ഒരു വൈസ് പ്രോവിൻസ് ഉണ്ടായി. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ വൈസ് പ്രോവിൻസിന് അംഗമാകുന്നില്ല. കാരണം ഞങ്ങളിങ്ങനെ സ്പെഷ്യലായിട്ട് പിതാവിൻ്റെ ഒരു സ്പെഷ്യൽ സേന പോലെ ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്ക് കടക്കാനുള്ള കാരണം ഇങ്ങനെ വന്നിട്ടാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ കിടക്കാനുള്ള കാരണം അതാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കിടന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റാറ്റസ് ഉണ്ടായി. കാരണം ഞങ്ങൾ ഈ പ്രോവിൻസിൽ അംഗീകരിക്കപ്പെട്ടു. ഈ പ്രോവിൻസ് തന്നെ ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറായി. അപ്പോൾ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പം അവർ വളരെയധികം എല്ലാ തരത്തിലും ഞങ്ങൾ അവരുടെ അനുവാദത്തോടു കൂടി, മഠത്തിൻ്റേതായിട്ടുള്ള എല്ലാ അനുവാദത്തോടും കൂടി ഞങ്ങൾ പാലിയേറ്റീവ് കെയറിലേക്ക് പോയി. ഞാനും ഈ പറയുന്ന സിസ്റ്ററും പിന്നെ വേറെ പവിത്ര എന്ന് പറഞ്ഞ 2-3 സിസ്റ്റേഴ്സുണ്ട്.
ഞങ്ങൾ 2-3 സിസ്റ്റേഴ്സ് ഒന്നിച്ച് ഒരു ടീമായിട്ട് അങ്ങനെ അവിടെ ഇവിടെയും എല്ലാം അന്നെല്ലാം എനിക്ക് ഹോളണ്ടിലെ ഫാദർ വളരെ സന്തോഷമായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുപോലുള്ള കാര്യങ്ങളാണ്, ഇതാണ് ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അവരുടെ വെൽഫെയർ നോക്കുക, അവരെ മറ്റു കാര്യങ്ങൾ പഠിപ്പിക്കുക, അത് ചെയ്യുക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഞാൻ എത്ര വേണം സഹായിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ വന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അനുകൂലമായിരുന്നു. അപ്പം അനുകൂലമായിരുന്ന ആ സാഹചര്യത്തിൽ ആദ്യം ഞങ്ങളിവിടെ ചെറിയ ചെറിയ ക്ലിനിക്കുകളുണ്ടാക്കി. ആദിവാസിയല്ല, ഇതുപോലത്തെ ഞങ്ങളുടെ ഈ രീതിയിലുള്ള ക്ലിനിക്കുകൾ, അതിൽ നവോദയം ക്ലിനിക്കുകൾ എന്നാണ് ഞങ്ങൾ പേരിട്ടത്. അന്ന് ഒരു പേര് അങ്ങനെ അങ്ങ് ഇട്ടു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി. ആ നവോദയം ക്ലിനിക്കുകൾ എല്ലാ സ്ഥലത്തും, ഇങ്ങ് അയ്യങ്കുല്ലി ആ ഭാഗത്ത്, കല്ലിച്ചാൽ, പിന്നെ അവിടെ ആ പ്രദേശം പറയും. ഇതിൻ്റെ ചുറ്റുമുള്ള നിങ്ങൾക്കറിയില്ലായിരിക്കും സ്ഥലങ്ങളൊക്കെ. തമിഴ്നാട് ഏരിയയിലോട്ട് അങ്ങനെ ചുറ്റും ഇവിടെ ഈ അണ്ടർ ഡെവലപ്ഡ് ഏരിയയിലെല്ലാം തന്നെ ചെറിയ ചെറിയ പിന്നെ ഇത് വന്നു. കുറച്ചുകൂടി കഴിഞ്ഞ് അതെല്ലാം ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞപ്പം അവിടെയെല്ലാം എനിക്കിങ്ങനെ ഫണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അവിടെയെല്ലാം ഓരോരോ ചെറിയ കോൺവെൻറ്റുകൾ പോലെ പണിതു. അപ്പോൾ പിന്നെ അതെല്ലാം പ്രോവിൻസിന് ഇന്ന നിലയിൽ വിട്ടുകൊടുത്തു. അപ്പോൾ ഇപ്പോഴും എൻ്റെ പേരിൽ പറയുന്നത്, ഞാൻ അന്ന് സ്വന്തമായിട്ട് പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയതെല്ലാം മടങ്കാർക്ക് കൊടുത്തു. അപ്പോൾ എന്നുള്ള പരാതിയാണ്. ഇപ്പം നമുക്കതുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള രീതിയിൽ അങ്ങനെ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, അൾട്ടിമേറ്റ്ലി പ്രൊവിൻസിൽ കൂടി അല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്കെന്തായാലും അങ്ങനെ വളയമില്ലാതെ ചാടുന്ന രീതിയിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പം അങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻറ്റേഷന്, ഒരുപാട് പേരുടെ സഹായങ്ങൾ, ബസേലിയസ് പിതാവിൻ്റെ രീതിയിലാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനം പിന്നെ അത് എല്ലാം പിന്നെ ഞങ്ങളുടെ കോൺവെൻറ്റുകളാകാവുന്ന കോൺവെൻറ്റുകളായി. അല്ലാത്തതൊക്കെ അതൊരു ഡയസിന് അല്ലെങ്കിൽ ആർക്കാണെന്ന് വെച്ചാൽ അവരെടുത്തുകൊണ്ട് പോയി. ഇപ്പോഴും സിസ്റ്റേഴ്സിന് അതിൻ്റെ വിഷമമുണ്ട്. കാരണം അതെല്ലാം നമ്മളുടെ പ്രോവിൻസിൻ്റെ ആകേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു, എത്രയാണ് നമുക്ക് വേണ്ടിയത്, നമുക്ക് അത്യാവശ്യമുണ്ടല്ലോ, അവരെടുത്തുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ട്രെയിനിങ്ങിനൊക്കെ അമ്മ എവിടെയാണ് പോയത്? അത് കഴിഞ്ഞപ്പോഴാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്ക് ഇറങ്ങുന്നത്. പെയിൻ ആൻഡ് പാലിയേറ്റീവിന് പോയത് കോഴിക്കോട് ഒന്ന് അവിടുത്തെ ക്ലിനിക്ക് ഉണ്ടല്ലോ, പെയിൻ പാലിയേറ്റീവ് ക്ലിനിക്കില്ലേ, ആ ക്ലിനിക്കിൽ 1 വർഷത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. 1 വർഷത്തോളം ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ ആ ട്രെയിനിങ് കൂടെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കുകളാണ് പിന്നെ സ്ഥാപിച്ചത്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഓർത്തു, ഒരു ചെറിയ ക്ലിനിക്ക് അവിടെ സ്ഥാപിച്ചുകൊണ്ട് കാര്യമില്ല, അതിന് നമുക്ക് ഗ്രൂപ്പ്സ് മതി. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊരു സെൻട്രൽ പ്ലേസ് ഉണ്ടായിരിക്കട്ടെ ഇങ്ങനെയുള്ളവരെ കിടത്താനായിട്ട്. അങ്ങനെ മരിക്കാറായ ആൾക്കാരെ അല്ലെങ്കിൽ ആരും ഇല്ലാത്തവരെ അങ്ങനെ കിടത്താനായിട്ട് ആൾക്കാരെ ഉണ്ടാകാമെന്ന് പറഞ്ഞ് അവിടെ ഞങ്ങളൊരു ഹോസ്പിസ് പണിതു. അപ്പോൾ ഈ ഹോസ്പിസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉള്ളവർക്ക് അറിയില്ല, നമ്മളവിടെ ഹോസ്പിസ് എന്നാണ് പറയുന്നത് അതിന്. അപ്പോൾ ഹോസ്പിസ് എന്ന് പറഞ്ഞ് ഒരു സാധനം ഉണ്ടാക്കി. അതിനോട് ചേർന്ന് സിസ്റ്റേഴ്സിനായിട്ട് ഒരു പിന്നെ മഠവും ഉണ്ടാക്കി. നമ്മളിപ്പോൾ സിസ്റ്റേഴ്സ് താമസിക്കുന്ന സ്ഥലത്തെ മഠം എന്നാണ് പറയുക. അപ്പോൾ അതിനെ മഠമെന്ന് വിളിക്കാവോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ആ മഠം വാസ്തവത്തിൽ ഇത് കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അവിടെ കുർബാനയുണ്ട്, അച്ഛനവിടെ താഴെ താമസമുണ്ട്, അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമാണ് ഒരു കാര്യം മഠമാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ അവരെല്ലാവരും കൽപ്പറ്റ മഠം എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ കുറേ നാൾ അവിടെ കിടത്തി ചികിത്സിച്ചു പേഷ്യൻറ്റിനെ. അപ്പം പഠിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അത് കൽപ്പറ്റയാണ് അമ്മ ഇപ്പോൾ പറഞ്ഞ സ്ഥലം അല്ലേ? ഞാനിപ്പോൾ കൽപ്പറ്റയിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അന്ന് തുടങ്ങി കൽപ്പറ്റയിലാണ് എൻ്റെ താമസം. ആദ്യകാലങ്ങളിൽ ധാരാളം ക്ലിനിക്കുകൾ സ്ഥാപിതമാക്കിക്കൊണ്ട് ആദിവാസികളുടെ ഇടയിൽ അവരുടെ ഭവനങ്ങൾ കയറിയിറങ്ങി അവർക്ക് ആശ്വാസത്തിൻ്റെയും ഒപ്പം തന്നെ ഭൗതികവും ആത്മീകവും ശാരീരികവുമായ ആശ്വാസം നൽകുകയുണ്ടായി. ധാരാളം മനുഷ്യർ സിസ്റ്ററിൻ്റെ
ആ വലിയ സ്നേഹസ്പന്ദനത്തിലൂടെ ഈ ലോകത്തിലേക്ക് യേശു ആരാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നുള്ളത് ബദനി സന്യാസിനി സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ എന്ന നിലയിൽ സിസ്റ്ററിൻ്റെ നന്മകളെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. സിസ്റ്റർ MBBS കഴിഞ്ഞ് വരുന്ന അവസരത്തിൽ വേണമെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റൽ സ്ഥാപിച്ചുകൊണ്ട് അവിടെ വർക്ക് ചെയ്യാമായിരുന്നു. അതിനൊന്നും സിസ്റ്റർ മുതിർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. തൻ്റെ ദൗത്യം മുഴുവനും ഈ വയനാട്ടിൽ പ്രത്യേകമായി ആദിവാസികളുടെ ഇടയിൽ സമർപ്പിക്കണം എന്ന് തന്നെ ആലോചിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ താൻ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും വലിയ തലങ്ങൾ അവർക്കായി തൻ്റെ ജീവിതത്തിലൂടെ സമർപ്പിച്ചു എന്നുള്ളതാണ്. അമ്മ ആദിവാസികളുടെ ഇടയിൽ ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ മറക്കാനാവാത്ത അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? അങ്ങനെ കൃത്യമായിട്ട് പറയാൻ ഞാൻ ഓർക്കുന്നത്, എൻ്റെ ദൈവമേ, ഒരു പുഴുവൊക്കെ അരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അത് വരുമ്പോഴത്തേന് രാവിലെ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ടെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നമ്മൾ തൊഴുതുകൊണ്ട് നിൽക്കും. അപ്പോഴത്തേന് വേദനയുണ്ടോ മൂപ്പാന്നൊക്കെയാണല്ലോ നമ്മൾ വിളിക്കുന്നത്. ഉണ്ട്, കുറേശ്ശേ ഉള്ളൂ. ആ അമ്മ ഇപ്പോൾ റെജീന എന്ന് പറയുന്ന ഞങ്ങളുടെ സിസ്റ്റർ ഉണ്ടല്ലോ, വളരെ ഹാർഡാണ്. എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എന്തെങ്കിലും ഒരു വ്രണം കണ്ടാൽ തറവായിട്ട് വൃത്തിയാക്കിയില്ലെങ്കിൽ പുള്ളിക്ക് സമാധാനമാകത്തില്ല. വേദന എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊന്നും യാതൊരു കരുണയുമില്ല. ആ അമ്മ ചെയ്യണ്ട കേട്ടോ, ഡോക്ടറമ്മ തന്നെ ചെയ്താൽ മതി എന്ന് പറയും. ആ അമ്മ ചെയ്തിച്ച് പോട്ടെ, ഞാൻ പിന്നെ ചെയ്യാമെന്ന് പറയും. അല്ലേ അവരെ കൊണ്ട് ചെയ്യിക്കാതിരിക്കാൻ പറ്റുമോ? ഇതുപോലുള്ള ഒത്തിരി അനുഭവങ്ങൾ കോവർക്കേഴ്സിൻ്റെ കൂട്ടത്തിൽ അവരെ സഹകരിപ്പിച്ച് കൊണ്ടുപോകാൻ. പക്ഷേ അവരൊക്കെ ഒന്നാന്തരം വർക്കേഴ്സാണ്. അവരുടെയൊക്കെതായിട്ടുള്ള ആ സിസ്റ്ററാണ് ഈ മോർഫിൻ എന്ന് പറഞ്ഞതുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് അവിടുന്ന് മോർഫിൻ കൊണ്ടുവന്നിട്ട് വേണം ഈ ക്ലിനിക്കുകളിലൊക്കെ കൊടുക്കാൻ. ഈ സിസ്റ്ററാണ്. പിന്നെ ഭാഗ്യത്തിൻ്റെ സിസ്റ്റർ ഇവിടെ നിന്ന് ഇവിടെ പോയിട്ട് കോഴിക്കോട് സ്ഥിരമാക്കി. അപ്പോൾ സിസ്റ്ററിൻ്റെ ജോലിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അന്നേരം മാനന്തവാടി തുടങ്ങി. ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചാണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തത്. മാനന്തവാടിയിൽ തുടങ്ങി. അതൊക്കെ ഒരു വലിയ ശൃംഖലയാണ് അന്നത്തെ കാലം. അതൊക്കെ അധികം നാൾ അങ്ങനെ കൊണ്ടു നടക്കുന്നതിനെക്കുറിച്ച് എനിക്കും വലിയ അഭിപ്രായമില്ല. നമ്മളൊന്ന് ചെയ്യുക, ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുക, പിന്നെ നമ്മൾ പോവുക. കാരണം അവിടെ തന്നെ അതേന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും വേണം, നമുക്കും വേണം ഒരു കാര്യമൊക്കെ. നമ്മളിതെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാകുന്ന കാര്യം. അടുത്ത സ്റ്റെപ്പ് റെഡിയാണ് നമുക്ക് പോകാൻ. അതുപോലെ അപ്പം അങ്ങനെ വന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ അതാണ് എൻ്റെ പിന്നെ അവസാനത്തെ കാര്യങ്ങൾ വന്നത്. വയനാട്ടിൽ അമ്മേനെ അറിയപ്പെടുന്നത് ശരിക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ അമ്മ എന്നാണല്ലോ അല്ലേ? അങ്ങനെ അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ അമ്മ ശരിക്കും ഒത്തിരി ക്യാൻസർ പേഷ്യൻസിൻ്റെ ഇടയിൽ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടാവണമല്ലോ. അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാമോ? അത് അന്നൊക്കെ ഞാൻ തനിച്ചല്ല വർക്ക് ചെയ്യുന്നത്. ഈ സിസ്റ്റേഴ്സ് റെജീന എന്ന് പറയുന്ന സിസ്റ്ററും കൂടെയാണ്. അതൊക്കെ ഉണ്ടല്ലോ, വ്രണം പിടിച്ച് അങ്ങനെ ഈ പിന്നെ കാല് ഇങ്ങനെ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന രോഗികൾ കയ്യിൽ എല്ലും തൊലയുമായിട്ടിരിക്കുന്നത്. അപ്പം ഇതിനെയൊക്കെ ഉണ്ടല്ലോ കുളിപ്പിക്കണം, മറ്റു ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ കയ്യിലിങ്ങനെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ എനിക്കത്രയും സാധിക്കത്തില്ല. ഈ സിസ്റ്റർ റെജീന എന്ന് പറയുന്ന സിസ്റ്റർ ഉണ്ടല്ലോ, അതൊരു എന്തൊരു അരൂപിയുള്ള സിസ്റ്ററാണെന്നറിയാമോ? ദേഷ്യം മൂക്കിൻ്റെ അറ്റത്താണ്. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സാന്ത്വനിപ്പിക്കാൻ അമ്മയുണ്ടല്ലോ കൂടെ. എന്നേക്കാളും തന്നെ സാന്ത്വനിപ്പിക്കാനായിട്ട് ആ സിസ്റ്ററാണ് ചെയ്യുന്നതെന്ന് പറയും. പക്ഷെ ഞാനവിടെ അടുത്ത് നിന്നാൽ മതി. ആ അമ്മ എന്തിയേ, വലിയ അമ്മ എന്തിയെന്ന് ചോദിക്കും. അന്നേരം രോഗികളെല്ലാം കൂടി ഞാനിവിടെ ഉണ്ട് എന്ന് ഞാൻ പറയും. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട്, അതാണ് നമ്മൾ പറയുന്നത്, എപ്പോഴും ഒരു വൺമാൻഷിപ്പ് ഒരിക്കലും ശരിയല്ല ഇങ്ങനത്തെ വർക്ക്. നമ്മളുടെ കൂടെയുള്ള കോവർക്കേഴ്സുണ്ടല്ലോ, അവർക്ക് അത്ഭുതമായ രീതിയിലുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകൾ നമ്മൾ വകവെച്ച് കൊടുത്താൽ, നമ്മളൊരു കൈ ഒന്ന് കൊടുത്താൽ മതി. വാസ്തവത്തിൽ അവരതൊക്കെ പറഞ്ഞാലും ഡോക്ടറമ്മയാണ് കൂടുതൽ കാര്യമായിട്ട് വരുന്നത്. ഈ തേച്ച് കഴിവൊന്നും അവരത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആണെങ്കിലും നമ്മൾ അവരെ വളരെ ബഹുമാനിക്കണമെന്നാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കോവർക്കേഴ്സിനായിട്ടുള്ളവരെ. ആ എക്സ്പീരിയൻസ് എനിക്ക് വളരെ നല്ലവണ്ണമുണ്ട്. രോഗികളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ അസുഖം മാറിയവരും അതുപോലെ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ പിന്നീട് കാണുമ്പോഴുള്ള പ്രതികരണം അവരുണ്ടല്ലോ. ഇവിടുത്തെ ജനങ്ങളല്ലേ, ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം കണ്ടാൽ ഉടനെ ഇങ്ങനെ കൈകൂപ്പും. അതാണ് ഇവരുടെ
നമ്മളെ കണ്ടാലേ രാവിലെ പിന്നെ നമ്മൾ വാർഡ് വിസിറ്റിന് ചെല്ലുമല്ലോ. വിസിറ്റ് ചെയ്യാൻ നേരത്തെ ഉണ്ടല്ലോ, വയ്യാത്തതിനാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക, അമ്മ വന്നോ എന്ന് ചോദിച്ചിട്ടേ അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അവരെ ഞങ്ങൾ ഒന്നാന്തരം നല്ല കട്ടിലേക്ക് കിടത്തി. അല്ല, ഞങ്ങൾക്ക് തിരിച്ചു വ്യത്യാസമില്ലായിരുന്നു. മറ്റവരെ കിടത്തുന്നു എല്ലാം നല്ല സിസ്റ്ററിന് വലിയ നിർബന്ധമായിരുന്നു. അവനും ഇവനും എല്ലാവനും ഇവിടെ യാതൊരു വ്യത്യാസമില്ല. എല്ലാവനും ക്യാൻസർ രോഗിക്കും പിന്നെ ഈ വ്രണം പിടിച്ച് കിടക്കുന്നതിനും ഒക്കെ എല്ലാം ഒരേ ഷീറ്റിനും ഒരേ കാര്യങ്ങൾ. പിന്നെ റബ്ബർ ഷീറ്റ് ഇടും, അത് ശരിയാണ്. അങ്ങനെയുള്ള വളരെ നല്ല അനുഭവങ്ങൾ കോവർക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്നും. ഇപ്പോൾ ഇത്രയും ദേഷ്യമുള്ള സിസ്റ്ററാണെന്ന് പറഞ്ഞാലും എനിക്ക് ഓർക്കാൻ വയ്യാത്ത ഒരു ഹെൽപ്പായിരുന്നു. വളരെ ഇൻ്റലിജൻറ്റ്. ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന് അല്ലാതെ ഹോം കെയർ ഉണ്ടായിരുന്നോ? ഹോം കെയർ ഉണ്ടായിരുന്നു. അപ്പോഴും നിങ്ങൾ ഗ്രൂപ്പായിട്ട് പോകും? ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അതിൽ മിക്കവാറും ഞാൻ അങ്ങനെ അധികം ഞാൻ പോകാറില്ല. ഈ ഗ്രൂപ്പുകൾ ഇവരെ വിടുകയാണ് സാധാരണ ചെയ്യുന്നത്. ഞാൻ വല്ലപ്പോഴും ഒക്കെ പോകാറുള്ളൂ. കാരണം എനിക്ക് ഇതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒത്തിരി ജോലിയുണ്ടല്ലോ, മറ്റു ജോലികളുണ്ടല്ലോ, ഒരുപാട് ഒത്തിരി പേഷ്യൻസിനെ. വേറെ ഒന്നുള്ളത്, ഇവർക്ക് മോർഫിൻ കൊടുക്കണ്ടേ. ഈ മോർഫിൻ നമുക്ക് ഇവിടെ കിട്ടത്തില്ല. മോർഫിൻ ഞങ്ങൾ കോഴിക്കോട് നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ സിസ്റ്റർ റെജീന എന്ന് പറയുന്ന സിസ്റ്ററാണ് ഞങ്ങൾക്ക് അവസാനം സിസ്റ്റർ റെജീന ഇതെല്ലാം കഴിച്ച് അവിടെ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് മോർഫിൻ കൊണ്ടുതരാം. അത് ഇവിടെ മാത്രമല്ല, ഇവിടെ കൊണ്ടുവരണം. മാനന്തവാടി ക്ലിനിക്കിൽ കൊണ്ടു കൊടുക്കണം. അവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു ഡോക്ടർ നീത ഉണ്ടായിരുന്നു, അവർ ആ സൈഡിൽ നോക്കുന്നവർ, അവർക്ക് കൊണ്ടു കൊടുക്കണം. പിന്നെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും മോർഫിൻ്റെ കണക്കുകളെല്ലാം കൃത്യം ശേഖരിക്കണം. കൃത്യം ശേഖരിച്ച് അവിടെ ക്ലിനിക്കിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യണം. ഒരു മോർഫിൻ കാണാൻ പാടില്ല. അപ്പോഴത്തേന് ചിലർ പറയും, എൻ്റെ ദൈവം എവിടെയെങ്കിലും അത് കാണാനില്ല. ഒന്നുകിൽ കള്ളക്കണക്ക് എഴുതണം, അല്ലെങ്കിൽ ഒരു മോർഫിൻ എവിടെന്നെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കുറച്ച് മോർഫിൻ പാത്ത് വെക്കാം, എന്നിട്ട് കാണാതെ ഒരെണ്ണം എടുത്ത് കൊടുക്കാമെന്നൊക്കെ ഈ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുമായിരുന്നു. ഒരെണ്ണം പോലും കാണാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിരുന്നു സിസ്റ്റർ. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുന്ന അവരുടെ ഇത്തിരി ദേഷ്യക്കാരാണെങ്കിൽ തന്നെയും അതൊക്കെ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്തതിനകത്ത് സിസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അപ്രീസിയേഷനാണ്. ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുണ്ടോ, ഇതുപോലുള്ള ശക്തി. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ചുറ്റി നടന്ന് കഴിഞ്ഞിട്ട് പിന്നെ സിസ്റ്റർ കോഴിക്കോട് ക്ലിനിക്കിലേക്ക് പോകും. പിന്നെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വരും, പോകും. ഇങ്ങനെയുള്ള രീതിയിൽ. അമ്മ സാധാരണ ഹോസ്പിറ്റലിൽ പോലെ ഒരു കൃത്യ ടൈമൊന്നും ഇല്ലല്ലോ ഇത്തരം പ്രവർത്തനങ്ങൾക്ക്. അപ്പോൾ ഈ സഭാജീവിതം ഇതും കൂടി എങ്ങനെയാണ് അമ്മ കൊണ്ടുപോയത്? അതിനൊക്കെ സമയം കിട്ടും, സമയം കണ്ടെത്തും. പിന്നെ അത് നമുക്കുണ്ട്. അത് ഞങ്ങളല്ലേ ഉള്ളൂ, വേറെ ആൾക്കാരില്ലല്ലോ. അപ്പോൾ അതിപ്പം കുട്ടികളുണ്ടല്ലോ, ഇത് വർക്ക് ചെയ്യുന്ന കുട്ടികൾ, ഇത് കൂടാതെ തന്നെയുള്ള കുട്ടികളുണ്ട്. ഒത്തിരി പേര് കുട്ടികളുണ്ട് വോളണ്ടിയേഴ്സായിട്ട്. നമ്മൾ തന്നെ സാലറി കൊടുത്ത് നിർത്തുന്ന കുട്ടികളുണ്ട്. അവരുടെ ഒരു ജീവിതമാർഗം കൂടിയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, അവർ നോക്കിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരിക്കലും ഒരു കുഴപ്പം വരാറില്ല. സഭയിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് അമ്മയ്ക്ക് നല്ല ഇൻസ്പിറേഷൻ ആയിരുന്നോ? എല്ലാവർക്കും വളരെ വളരെ സന്തോഷമായിരുന്നു. പിന്നെ അവർ വളരെയധികം സന്തോഷമായിട്ടുണ്ട്. പക്ഷേ ആർക്കും അത് ഇഷ്ടമില്ല അവിടെ വരാൻ. ഇതിനൊക്കെ കാണുന്നത് എല്ലാവർക്കും വിഷമമാണ്. മറ്റ് സാധാരണക്കാർക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ക്ഷീണിച്ച് ഇങ്ങനെ എല്ലും തൊലിയുമായിട്ട് പിടിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ ഇങ്ങനെ ഒത്തിരി അൾസറേറ്റിംഗ് വൂൺസൊക്കെ കാണും. അതെല്ലാം കാണാനായിട്ട് അവർക്ക് വിഷമം. അതുകൊണ്ടൊക്കെ പലരും വരത്തില്ല. എങ്കിലും അതിൻ്റെ അടുത്തൂടെയൊക്കെ വന്നിച്ച് പോകും. എല്ലാവർക്കും സമൂഹത്തിന് മുഴുവൻ, പ്രോവിൻസിന് മുഴുവൻ അപ്രിസിയേഷനായിരുന്നു അതിനെക്കുറിച്ച്. അതൊക്കെ സ്ഥാപിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അതൊക്കെ വളരെ അത്യാവശ്യമായിരുന്നു. ഇന്നിപ്പോൾ അവർ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു അവിടെ. കാരണം ഞാനവിടെ നിൽക്കുന്നില്ലല്ലോ. പിന്നെ അങ്ങനെയാണ്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഇതിൻ്റെയൊക്കെ അവസാനം. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ജനറലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ജനറൽ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ പോയി. പിന്നെ ഈ കാര്യങ്ങൾക്കൊന്നും ഇടയ്ക്കൂടെയൊക്കെ ഞാൻ ഒന്ന് വന്ന് നോക്കിച്ച് പോകുമായിരുന്നു. അതല്ലാതെ പിന്നെ എനിക്ക് വരാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ആ സ്ഥലമെല്ലാം വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അതിനകത്ത് എനിക്കൊരു പ്രശ്നവും ഇല്ല. കാരണം സ്ഥലം വേസ്റ്റായിട്ട് കിടക്കുന്നതിനേക്കാൾ സമൂഹത്തിൻ്റെ അല്ലേ. നമ്മൾ സ്വന്തമായിട്ടൊന്നും കെട്ടിപ്പടുക്കുന്നില്ലല്ലോ. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ അത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. സമർപ്പിത ജീവിതത്തിൻ്റെ ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി നല്ല നല്ല അനുഭവങ്ങൾ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചു. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട്. കാരണം ഒത്തിരി ഇൻസ്പിറേഷൻ നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ അമ്മ പങ്കുവച്ചു. ഇനിയും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാം. നന്ദി.